السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പൊളിച്ചു കളയുന്ന വൻപാപങ്ങളായ തിന്മകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മുടെ തിന്മകൾ, അതിൽപ്പെട്ട നമ്മുടെ സൽക്കർമ്മങ്ങൾ പൊളിച്ചു കളയുന്ന ഏറ്റവും ഗൗരവകരമായ കാര്യമാണ് ഷിർക്കുൽ അക്ബർ, വലിയ ഷിർക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ ചെറിയ ഷിർക്കും റിയാ, ലോകമാന്യത എന്നുള്ളത്. അതുപോലെ തന്നെ കുഫ്ർ സംഭവിക്കുക, മുർത്തദ്ദായിക്കൊണ്ട് മരണപ്പെടുക, ഇതൊക്കെ നമ്മുടെ സൽക്കർമ്മങ്ങൾ പൊളിച്ചു കളയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട, നമ്മുടെ നന്മകളെയെല്ലാം ഇല്ലാതെയാക്കുന്ന ഒരു കാര്യമാണ് മദാലിമുൽ ഇബാദ്, ജനങ്ങളോട്, മനുഷ്യരോട് ദുൽമ് ചെയ്യുക എന്നുള്ളത്. അത് സാമ്പത്തികമായ രീതിയിലാകട്ടെ, അതല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിക്കൊണ്ടാകട്ടെ, അവരെ ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ടാകട്ടെ, അതല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ അത് പിടിച്ചുവെച്ച് അതിൽ കുറവ് വരുത്തിക്കൊണ്ടാകട്ടെ, ഈ രൂപത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് നമ്മളുടെ നന്മകളെ പൊളിച്ചു കളയുന്ന ഗൗരവകരമായ ഒരു തിന്മയാണ്. ഒരുവൻ ഒരാളോട് ദുൽമ ചെയ്തിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ ആ ഉപദ്രവിക്കപ്പെട്ടവൻ്റെ മാപ്പില്ലാതെ, അവൻ്റെ അഫുവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരികയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണമെങ്കിൽ തൗബ മാത്രം മതിയാവുകയില്ല. തൗബയോടൊപ്പം ആ ഉപദ്രവിക്കപ്പെട്ടവൻ്റെ അഫുവ് കൂടി, അവൻ്റെ ക്ഷമ കൂടി, അവൻ്റെ മാപ്പ് കൂടി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കണമെങ്കിൽ അനിവാര്യമാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അത് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഒരാളുടെ അടുക്കൽ നിന്ന് സാമ്പത്തികമായി കടം മേടിച്ച് അത് തിരിച്ചു കൊടുക്കാതിരിക്കുക, അങ്ങനെ ഒരാളെ ഉപദ്രവിക്കുക, അതല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത് മോഷ്ടിക്കുക, അതല്ലെങ്കിൽ അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ അവനെ അപമാനിക്കുക, അതല്ലെങ്കിൽ അവനെക്കുറിച്ച് ഗീബത്ത് പോലെ, നമീമത്ത് പോലെ, ഏഷണി, പരദൂഷണം പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുക. ഇതൊക്കെ മനുഷ്യന്മാരോട് ചെയ്യുന്ന ളുൽമുകളാണ്. ഇതൊന്നും ലാ യഗ്ഫിറുഹുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദ്രവിക്കപ്പെട്ടവൻ്റെ മാപ്പില്ലാതെ ഖിയാമത്ത് നാളിൽ അത് പുറത്തു തരികയില്ല എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇത് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ലഹു മദ്ലിമത്തുൻ ലിഅഹദിൻ മിൻ ഇർദിഹി ഔ ഷൈഇൻ ഫൽയതഹല്ലൽഹു മിൻഹു അൽയൗം. നിങ്ങളിൽ ആരാണോ ആരോടെങ്കിലും ഒരു ളുൽമ് ചെയ്തത്, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾ ആരാണോ ഒരാളെ അപമാനിച്ചിട്ടുള്ളത്, ദുൽമ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഫല്യതഹല്ലൽഹു മിൻഹുൽ യൗം ഖബ്ല അല്ലാ യകൂന ദീനാറുൻ വലാ ദിർഹമുൻ. ഒരു ദീനാറും ഒരു ദിർഹമും ഇല്ലാത്ത, അതൊന്നും ഉപകരിക്കപ്പെടാത്ത ഖിയാമത്ത് നാൾ അത് വന്നെത്തുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ നിങ്ങളത് പരിഹരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ പരിഹരിച്ചിട്ടില്ല എങ്കിൽ, ദുൽമ ചെയ്തുകൊണ്ടാണ് ഒരുവൻ മരണപ്പെടുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുക? ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലിമതിഹി. അവൻ്റെ അരികിൽ, ഈ ഉപദ്രവിച്ചവൻ്റെ അരികിൽ വല്ല അമലു സാലിഹുമുണ്ട് എങ്കിൽ, വല്ല സൽക്കർമ്മവുമുണ്ട് എങ്കിൽ അവൻ ചെയ്ത അക്രമത്തിനനുസരിച്ച് അതിൻ്റെ തോതിൽ ആ നന്മകളിൽ നിന്ന് പിടിക്കപ്പെടും. വഇല്ലം തകുല്ലഹു ഹസനാത്തുൻ, ഇനി ഇവന് പറയത്തക്ക നന്മകളൊന്നുമില്ല എങ്കിൽ
ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി, ഇവൻ ആരെയാണോ ഉപദ്രവിച്ചത് അവൻ്റെ തിന്മകൾ എടുക്കപ്പെടുകയും ഫഹുമില അലൈഹി, ഇവൻ്റെ മേൽ അത് ചാർത്തപ്പെടുകയും ചെയ്യും. ഫതുരിഹത് ഫിന്നാർ, അങ്ങനെ അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ ഒരു ദീനാറും ഒരു ദർഹമും ഉപകാരപ്പെടാത്ത ഖിയാമത്ത് നാൾ അത് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആരോടെങ്കിലും ളുൽമ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ അത് പരിഹരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങൾ, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളോട് എന്തെങ്കിലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ളുൽമ് അക്രമം വന്നിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കാതെ മരണപ്പെടുന്നത് നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത അമലു സ്വാലിഹാത്തുകൾ പോവുകയാണ് നാളെ ഖിയാമത്ത് നാളിൽ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന അമലുകൾ നമ്മൾ അത്രയും ഇഖ്ലാസോടുകൂടി പണിപെട്ട് ചെയ്ത അമലുകളായിരിക്കും. അങ്ങനെ നമ്മൾ പണിപെട്ട് ചെയ്ത അള്ളാഹു സ്വീകരിച്ച ഏറ്റവും നല്ല അമലുകളായിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ളുൽമ് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പോവുക. നമ്മുടെ നന്മകൾ പോവുക എന്നുള്ളതിലല്ല, നന്മകൾ പോകുന്നതിനോടൊപ്പം നന്മകളില്ല എങ്കിൽ അവൻ്റെ തിന്മകൾ കൂടി നമ്മളുടെ മേൽ ചാർത്തപ്പെടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അടിമകളുടെ ഇടയിൽ അവരോട് ളുൽമ കാണിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അയൽവാസികളെ ഉപദ്രവിക്കുക, അവരെ ദ്രോഹിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീയെപ്പറ്റി ചോദിക്കപ്പെട്ടു. ഒരു ഇമ്രഅത്തുൻ സവ്വാമ ഖവ്വാമ, ഒരു നന്നായി സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന, രാത്രി നിസ്കരിക്കുന്ന ഒരു സ്ത്രീയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ആ സ്ത്രീ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ രാത്രി നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ യുഅ്ദി ജിറാനഹ ബിലിസാനിഹ, അവൾ അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസി ഉപദ്രവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ പറ്റി പറഞ്ഞത് ലാ ഖൈറ ഫീഹാ ഹിയ ഫിന്നാർ, അവളിൽ ഒരു നന്മയില്ല, അവൾ നരകത്തിലാണെന്നാണ് പറഞ്ഞത്. നോക്കൂ, എന്തൊക്കെ നന്മകളെ നോമ്പാണ് എടുക്കുന്നത്, സുന്നത്ത് നോമ്പുകൾ ധാരാളം എടുക്കുന്ന സ്ത്രീ. ഏറ്റവും അഫ്ളലായ ഫർള് നിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായ സ്വലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരമാണ് ആ സ്ത്രീ നിർവഹിച്ചിട്ടുള്ളത്. പക്ഷേ തൻ്റെ അയൽവാസിയെ നാവ് കൊണ്ട് ദ്രോഹിച്ചത് കാരണം ഇതൊന്നും ആ സ്ത്രീക്ക് ഉപകാരപ്പെട്ടില്ല എന്നാണ്. അതേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റൊരു സ്ത്രീയെ പറ്റി ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധാക്കിയ 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കും, അതിൽ കൂടുതലൊന്നുമില്ല. റമളാനിൽ അവൾ നോമ്പെടുക്കും. മാത്രവുമല്ല, അവൾ എന്തെങ്കിലും വീട്ടിൽ ഭക്ഷണമായി പാകം ചെയ്താൽ അത് തങ്ങളുടെ അയൽവാസിക്ക് പങ്കുവെക്കുകയും ചെയ്യും. ഇവളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കുറഞ്ഞ അമലുകളുള്ളൂ, പക്ഷേ ആർക്കും ഒരു ഉപദ്രവം ചെയ്തില്ല. ആ കുറഞ്ഞ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ധാരാളം അമലുണ്ട്, പക്ഷേ നാവ് കൊണ്ട് അതല്ലെങ്കിൽ മറ്റ് പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ള ആളുകളെ ഉപദ്രവിച്ചു. ആ പ്രവർത്തനങ്ങളൊന്നും ഒരു നിലക്കും ഉപകാരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അയൽവാസിയെ ദ്രോഹിക്കുക, പ്രത്യേകിച്ച് നാവ് കൊണ്ട് അയൽവാസിയെ അതുപോലെ തന്നെ കൂടെയുള്ള സഹജീവികളെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ കാര്യമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുക, അവരെ ധിക്കരിക്കുക, അവരെ സങ്കടപ്പെടുത്തുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അറഅയ്ത ഇൻ സല്ലൈതുൽ ഖംസ് വസുംതു റമളാൻ വഅഅതൈതു സകാത മാലി വഹജജ്തുൽ ബൈത്ത് അദ്ഖുലുൽ ജന്ന. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ 5 നേരം നിസ്കരിക്കും, അതുപോലെ തന്നെ റമളാനിൽ നോമ്പനുഷ്ഠിക്കും, എൻ്റെ സമ്പത്തിലുള്ള സക്കാത്ത് അത് ഞാൻ കൊടുത്തുകൂട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അദ്ഖുലുൽ ജന്ന, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇല്ലാ അൻ തഊഖ വാലിദൈക്, സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷെ ഒരു നിബന്ധനയുണ്ട്,
നിന്റെ മാതാപിതാക്കളെ നീ ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ, അവരെ ധിക്കരിച്ചിട്ടില്ല എങ്കിൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പം ഇതിൽ നിന്ന് ലഭിക്കുന്ന മഫ്ഹൂം എന്താ, മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താ? മാതാപിതാക്കളെ ധിക്കരിച്ചിട്ടുണ്ട് എങ്കിൽ, അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ അമലുകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ഉഫ്, ഛേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല എന്നാണ്. ഛേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല എങ്കിൽ അതിനേക്കാൾ അപ്പുറമുള്ള വാക്കുള്ള അവസ്ഥ എന്തായിരിക്കും? മാതാപിതാക്കളോട് വിനയം കാണിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ അനുസരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് വളരെ വലിയ വൻപാപമാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഖ്ബലു അമലുൻ മിൻ ഖാത്തിഇ റഹിം, കുടുംബബന്ധം മുറിച്ചവൻ്റെ അരികിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുകയില്ല, അവൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭർത്താക്കന്മാരോടുള്ള കടമകൾ നിർവഹിക്കുക എന്നുള്ളത്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കടമകൾ നിർവഹിക്കാതെ, ബാധ്യതകൾ നിർവഹിക്കാതെ, അവരെ കോപിതരാക്കി ഒരു രാത്രി ഒരു സ്ത്രീ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ലാ തുർഫഉ സ്വലാത്തുഹും ഫൗഖ റൂസിഹിം ശിബ്റ, അവരുടെ നിസ്കാരം അവരുടെ തലക്കു മുകളിൽ ഒരു മുഴം പോലും ഉയരുകയില്ല എന്നാണ്. ഒരു ചാൺ പോലും അവരുടെ നിസ്കാരം അവരുടെ തലക്കു മുകളിൽ ഉയരുകയില്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കാര്യമാണ് വംറഅത്തുൻ ബാതത് വസൗജുഹാ അലൈഹാ സാഖിത്തുൻ, ഒരു ഭർത്താവിനെ ദേഷ്യം പിടിപ്പിച്ച് കിടന്നുറങ്ങിയ ഒരു ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എണ്ണിയതായി കാണുവാൻ സാധിക്കും. ഭർത്താവിന് കൊടുക്കേണ്ട ശർഈയായ അവകാശങ്ങൾ അത് ലംഘിക്കുകയും ഭർത്താവിന് ദേഷ്യം പിടിപ്പിക്കുകയും അങ്ങനെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ അടിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അവരുടെ ഇടയിൽ സംഭവിക്കുന്ന ദുൽമുകൾ, ഇതൊക്കെ നമ്മുടെ അമലു സ്വാലിഹാത്തുകളെ ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇൻതിഹാഖു മഹാരിമില്ലാഹി ഫിൽ ഖൽവ, രഹസ്യ ജീവിതങ്ങളിൽ ആരാരും കാണാനില്ലാത്ത, ജനങ്ങളൊന്നും വീക്ഷിക്കാനില്ലാത്ത രഹസ്യ ജീവിതങ്ങളിൽ ഹറാമുകൾ പ്രവർത്തിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അതിർവരമ്പുകൾ അത് ലംഘിച്ചു കടക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യ ജീവിതത്തിൽ ധിക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന വളരെ ഗൗരവകരമായ ഒരു തിന്മയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, എനിക്കൊരു വിഭാഗം ആളുകളെ അറിയാം, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണവർ. പക്ഷേ യഅതൂന യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരും, ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, പിന്നെ തിഹാമ പർവ്വതത്തോളം വരുന്ന നന്മകളുമായിട്ടാണ് അവർ ഖിയാമത്ത് നാളിൽ വരിക. തിഹാമ പർവ്വതത്തോളം വരുന്ന പർവ്വത സമാനമായ നന്മകളുമായിട്ടാണ് അവർ ഖിയാമത്ത് നാളിൽ വരിക. അങ്ങനെ ചില ആളുകളുണ്ട് എൻ്റെ ഉമ്മത്തിൽ. പക്ഷേ ഫയജ്അലുഹുല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ, ഈ പർവ്വത സമാനമായ നന്മകളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബാഅൻ മൻസൂർ, കേവലം പറക്കുന്ന ധൂളികളാക്കി മാറ്റും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി മാറ്റുമെന്നാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, അല്ലാഹുവിൻ്റെ റസൂലെ ഈ ആളുകളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ആരാണിവർ, ഞങ്ങൾ അറിയാതെ ഈ ആളുകളിൽ ഉൾപ്പെടാതിരിക്കാൻ അല്ലാഹുവിൻ്റെ റസൂലെ
ഈ നന്മകളെല്ലാം പാഴായി പോകുന്ന ആളുകളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതിക്കും വയഖുദൂന മിനൽ ലൈലി കമാ തഅഖുദൂൻ. അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നത് പോലെയെല്ലാം നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ. പക്ഷേ അവർ അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ കാര്യങ്ങളുമായി ഒറ്റപ്പെട്ടാൽ ഇൻതഹകൂഹ, അവരതിനെ ഛേദിച്ചു കളയും. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ മുറിച്ചു കടക്കും. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ വിലയില്ലാതെ ആ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കും. ഇതാണ് അവരുടെ പ്രശ്നമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പോൾ നോക്കൂ, രഹസ്യമായ ജീവിതങ്ങളിൽ തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ പർവ്വത സമാനമായ നന്മകൾ നമ്മുടെ അടുക്കലുണ്ട് എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് അതിനെ പൊടിച്ചു കളയും, അതിനെ ധൂളികളാക്കി മാറ്റും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ രഹസ്യ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുക. ദീനിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പരസ്യമായ തിന്മകളേക്കാൾ കൂടുതൽ രഹസ്യ ജീവിതത്തിൽ തിന്മകൾ വർദ്ധിക്കുവാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുറാഖബത്തിനെ പറ്റി അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.